ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ വെക്ടർ സ്പേസിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എഗെയിൻ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യലാണ്. ലെറ്റ് വി ബി ദ സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ദാറ്റ് ആർ ഡിഫൈൻഡ് അറ്റ് ഈച്ച് എക്സ് ഇൻ ദ ഇൻട്രവൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഡൊമൈൻ ആയിട്ട് വരുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ്, സെറ്റാണ് വി എന്ന് പറയുന്നത്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ഒരു റിയൽ നമ്പർ ആയിരിക്കും. ലെറ്റ് എഫ് ആൻഡ് ജി ഫംഗ്ഷൻസ് അല്ലേ, എഫ് ആൻഡ് ജി ബി. അപ്പോൾ ആ സെറ്റിനുള്ള ആൾക്കാർ മുഴുവനും ഫംഗ്ഷൻസ് ആണ് കേട്ടോ, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ് കേട്ടോ. നമ്പേഴ്സ് ഒന്നും അല്ല, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്, അല്ലെങ്കിൽ എൻ ട്യൂപ്പിൾസ് ഒന്നും അല്ല, ഫംഗ്ഷൻസ് ആണ് അവിടെ നിറയെ ഉള്ളത്. ആൻഡ് കെ ഈസ് എനി സ്കെയിലാർ ഡിഫൈൻ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അപ്പോൾ അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് കെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രൂവ് ദാറ്റ് വി ഈസ് എ വെക്ടർ സ്പേസ്. വി ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താ, നമുക്ക് ആ 10 ആക്സിയംസും പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം 1ഉം 6ഉം പ്രൂവ് ചെയ്യുക. അത് ഹോൾഡ് ചെയ്യണമെങ്കിൽ മാത്രം പിന്നെ ബാക്കിയുള്ള ഇതിലേക്ക് പോയാൽ മതി. അപ്പോൾ ഫസ്റ്റ് വൺ, എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ് ഡെഫിനേഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സും ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, ജി ഓഫ് എക്സും ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഇത് രണ്ടും റിയൽ വാല്യൂസ് ആണ്. രണ്ട് റിയൽ വാല്യൂസിൻ്റെ സം എന്തായാലും ഒരു റിയൽ വാല്യൂ തന്നെയാണ്, റിയൽ നമ്പർ തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നുള്ള വാല്യൂം ഒരു റിയൽ വാല്യൂ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി എന്ന് പറയുന്നതും ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എഫ് പ്ലസ് ജി വിക്കകത്ത്, എല്ലാ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെയും സെറ്റ് അല്ലേ വി. അപ്പോൾ എഫ് പ്ലസ് ജി ഉറപ്പായിട്ടും വിക്കകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി 6th കണ്ടീഷൻ, ദാറ്റ് ഈസ് കെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്. നമുക്കറിയാം കെ ഒരു സ്കെയിലാർ ആണ്, ഒരു റിയൽ നമ്പർ ആണ്. എഫ് ഓഫ് എക്സ് ഒരു റിയൽ നമ്പർ ആണ്. രണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ത് തന്നെയാണ്, ഒരു റിയൽ നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ കെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂം ഒരു റിയൽ നമ്പർ ആയതുകൊണ്ട് ഈ ഫംഗ്ഷനും ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. കെ എഫും എവിടെ ഉണ്ടായിരിക്കും, വിക്കകത്ത് ഉണ്ടായിരിക്കും. കാരണം വി എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെയും കൂടി കളക്ഷനാണ്. അപ്പോൾ 1ഉം 6ഉം ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2ലേക്ക് പോവാം. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അതിന് നമുക്ക് ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, ദാറ്റ് ഈസ് ജി പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഫംഗ്ഷൻസ് അല്ലേ, അഡീഷൻ എപ്പോഴും കമ്മ്യൂട്ടേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എഫ് പ്ലസ് ജി ഈക്വൽ ടു ജി പ്ലസ് എഫ് ആയിരിക്കും. അതുപോലെ അസോസിയേറ്റിവിറ്റി നമുക്ക് പറയാം. എഫ് പ്ലസ് ജി പ്ലസ് എച്ച് ഓഫ് എക്സിനെ നമുക്ക് എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം. ഡെഫിനേഷൻ യൂസ് ചെയ്ത്, അഡീഷൻ്റെ ഡെഫിനേഷൻ. എഗെയിൻ ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഇത് മൂന്നും റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിന് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി പ്ലസ് എച്ച് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് പ്ലസ് ജി പ്ലസ് എച്ച് ഓഫ് എക്സ്. Thus we have f plus g plus h equal to f plus g plus h. ഓക്കെ, അപ്പോൾ അവിടെ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ വേണ്ടത്, അഡീഷൻ്റെ ഐഡൻറ്റിറ്റി അല്ലേ. അതായത് ആ ഫംഗ്ഷനും ഈ ഐഡൻറ്റിറ്റിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ആളും ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കില്ല കേട്ടോ. ഇവിടെ 0 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് സീറോ ഫംഗ്ഷനാണ് കേട്ടോ. വെറുതെ ഒരു നമ്പർ 0 അല്ല, സീറോ ഫംഗ്ഷൻ. കാരണം എല്ലാ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെയും കളക്ഷനകത്ത് നമ്പർ ഉണ്ടാവില്ലേ, നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഉള്ളതൊക്കെ ഫംഗ്ഷൻസ് തന്നെയാണ്. അപ്പോൾ സീറോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. സീറോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് എലമെൻ്റ് എടുത്താലും അതിനൊക്കെ വാല്യൂ 0 ആയിരിക്കും. 0 ഒരു റിയൽ നമ്പർ അല്ലേ, അതുകൊണ്ട് തന്നെ അതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ 0 ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരുന്ന രീതിയിൽ ഏത് എലമെൻറ്റിനെടുത്താലും അതിനൊക്കെ 0 എന്ന് വാല്യൂ തരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ സീറോ ഫംഗ്ഷൻ എന്ന് പറയുക. അതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് താനും. ഓക്കെ, അതുകൊണ്ട് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ 0 ബിലോങ്സ് ടു വി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 0 കൊണ്ട് നമ്പർ 0-നെയല്ല ഉദ്ദേശിക്കുന്നത്, സീറോ ഫംഗ്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഈ ഐഡൻറ്റിറ്റി ഇൻവേഴ്സൊക്കെ അതാത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറി വരും. ചില കേസിൽ ഇപ്പോൾ എൻ ട്യൂപ്പിളിൻ്റെ കേസിലാണ് എങ്കിൽ 0 എന്നുള്ളതോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ ട്യൂപ്പിളായിട്ട് വരുന്ന 0 എന്ന് വരുന്ന എൻ ട്യൂപ്പിൾ 0-നെയാണ് അവിടെ 0 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ 0 അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 0 മെട്രിക്സിനെയാണ് നമ്മൾ അവിടുത്തെ ഐഡൻറ്റിറ്റി ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഫംഗ്ഷൻ്റെ കേസ് വന്നപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി ആയിട്ട് എടുക്കുന്നത് 0 ഫംഗ്ഷനെയാണ് നമ്മൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി ആയിട്ട് എടുക്കുന്നത്. നൊട്ടേഷൻ എല്ലാത്തിൻ്റെയും 0 എന്നാണെങ്കിലും അത് ആൾക്കാരനുസരിച്ച്, കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട്, സെറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാട്ടോ. അവിടുത്തെ എന്താണ് എന്നുള്ളത് ആലോചിക്കണം. വെറുതെ ഒരു നമ്പർ അല്ല, അല്ലെങ്കിൽ വെറുതെ ഒരു സിമ്പൽ അല്ല അത്.
ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടാണ് ആ ഐഡൻറ്റിറ്റി ഇൻവേഴ്സൊക്കെ അവിടെ വരുന്നത്. ഓക്കെ, അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ബാക്കിയൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ there exists a function 0 belongs to V such that for every f belongs to V 0 plus f equal to 0 plus f ചെയ്താൽ എന്തെന്നെ കിട്ടുള്ളൂ? നമുക്ക് 0 of x plus f of x കിട്ടും. ദാറ്റ് ഈസ് f തന്നെയാണ് അല്ലേ. 0 of x 0 അല്ലേ. ഈക്വൽ ടു f plus 0 ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ 0 ഈ ഫംഗ്ഷൻ ഈസ് കോൾഡ് ദി ഐഡൻറ്റിറ്റി ഫോർ അഡീഷൻ. ഇനി ഇൻവേഴ്സ് കിട്ടണം. ഇൻവേഴ്സ് കിട്ടണം എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷൻ എഫ് എടുത്താലും അതും അതിൻ്റെ ഇൻവേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ഫംഗ്ഷനെ കിട്ടണം. അപ്പോൾ എന്തെടുത്താൽ മതി? എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ് ആയിട്ട് മൈനസ് എഫ്, നെഗറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് എടുത്താൽ മതി. അപ്പോൾ മൈനസ് എഫ് എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ഐഡൻറ്റിറ്റീനെ കിട്ടും, ഐഡൻറ്റിറ്റി ഫംഗ്ഷനെ കിട്ടും. അപ്പോൾ മൈനസ് എഫ് ആണ് എഫിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊക്കെ കുറച്ച് എഴുതി വെച്ചാൽ മതി. അതൊന്നും പ്രൂവ് ചെയ്തുള്ളതെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് എഴുതിയാലും മതി. ഏത് രണ്ട് ഫംഗ്ഷൻ എഫും ജി എടുക്കുക. കെ എന്ന് പറയുന്ന സ്കെയിലാർ എടുത്താൽ കെ ഇൻറ്റു എഫ് പ്ലസ് ജി ഈസ് ഈക്വൽ ടു കെ എഫ് പ്ലസ് കെ ജി. ഇതിന് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ഓഫ് എക്സ് എന്നുള്ളത് എഴുതിയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാലും മതി. അതുപോലെ കെ പ്ലസ് എം ഇൻറ്റു ജി ഈക്വൽ ടു കെ ജി പ്ലസ് എം ജി, അങ്ങനെ എഴുതാം. കെ എം ഇൻറ്റു എഫ്, ഇവിടെ ജിക്ക് പകരം എഫ് യൂസ് ചെയ്യാം കേട്ടോ. കെ ഇൻറ്റു എം എഫ് ഈക്വൽ ടു കെ എം ഇൻറ്റു എഫ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഒക്കെ പിന്നെ ഫുൾ അങ്ങനെ എഴുതുക. പ്രൂവ് ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല, ജസ്റ്റ് എഴുതിയാലും മതി. പ്രൂവ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്തോളൂ. ഒരു ഓഫ് എക്സ് കൊടുത്ത് കണ്ട് എഴുതിയിട്ട് അത് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് 1ഉം 6ഉം പിന്നെ ഐഡൻറ്റിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി അസോസിയേറ്റിവിറ്റിയും പ്രൂവ് ചെയ്തോ, പിന്നെ ഐഡൻറ്റിറ്റിയും ഇൻവേഴ്സും പ്രൂവ് ചെയ്തോ, പിന്നെ ലാസ്റ്റ് ഇതാ 10ാമത്തെ ആക്സിയം ഈ 1ൻ്റെ. കാരണം ഡിസ്ട്രിബ്യൂട്ടിവിറ്റി മിക്കവാറും കേസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, വലിയ കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞത് അത് എഴുതിയാലും മതിയെന്ന്. പിന്നെ ഇത് 10ാമത്തത് കൃത്യമായിട്ട് ചെയ്യണം. ഇനി നമുക്കൊരു കോൺസ്റ്റൻറ്റ് കെ ഈക്വൽ ടു 1 എടുക്കണം. സച്ച് ദാറ്റ് 1 ഇൻറ്റു എഫ് ഈക്വൽ ടു 1 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കെ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. 1 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ എഫ് തന്നെയാണ്, ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സോ വി ഹാവ് 1 ഇൻറ്റു എഫ് ഈക്വൽ ടു എഫ്. ഈ 1 എന്ന് പറയുന്നത് നമ്പർ 1 തന്നെയാണ്. ഓക്കെ, കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വി ഒരു വെക്ടർ സ്പേസ് ആണ് എന്ന് പറയാം. അത് പഠിക്കാം. അടുത്തത് നോട്ട് എ വെക്ടർ സ്പേസ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അതിലേതെങ്കിലും ആക്സിയം ഹോൾഡ് ചെയ്യണില്ല എന്നാണ് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. Let V equal to R2 the set of all ordered pairs. If U equal to U1, U2 and V equal to V1, V2, define U plus V equal to U1 plus V1 and U2 plus V2. For any scalar k, Ku is equal to Ku1, 0. Then prove that V is not a vector space. Addition R2 എന്ന് പറയുമ്പോൾ ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. R2 എന്ന് പറയുമ്പോൾ ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷനാണ്. അവിടെ അഡീഷൻ ദാ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യണം. കണ്ടോ, അഡീഷൻ്റെ ഡെഫിനേഷനൊക്കെ മാറുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെഫിനേഷനൊക്കെ മാറുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് ഒരെണ്ണം ആയിരിക്കില്ല, അത് മാറി മാറി വരാം. അതിനനുസരിച്ച് അത് വെക്ടർ സ്പേസ് ആണോ എന്ന് നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനനുസരിച്ച് എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്യണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇവിടെ നോട്ട് എ വെക്ടർ സ്പേസ് എന്ന് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഏതെങ്കിലും ആക്സിയം ഹോൾഡ് ചെയ്യണില്ല എന്ന് കാണിക്കാൻ പറ്റിയാൽ അത് ആദ്യം ചെയ്ത് പ്രോബ്ലം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നോക്കി യു പ്ലസ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ U1 പ്ലസ് V1, U2 പ്ലസ് V2 എന്നാണ് എടുത്തിരിക്കുന്നത്. വേറെ U ഈക്വൽ ടു U1, U2 ആൻഡ് V ഈക്വൽ ടു V1, V2. അതുപോലെ KU ഡിഫൈൻ ചെയ്തിരിക്കുന്നത് KU1 രണ്ടാമത്തെ എൻട്രി എപ്പോഴും 0 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ഡെഫിനേഷൻ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഈ ഡെഫിനേഷൻ അനുസരിച്ച് അത് വെക്ടർ സ്പേസ് ആവോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഓപ്പറേഷൻസ് തന്നിരിക്കുന്നതിനനുസരിച്ച് അത് വെക്ടർ സ്പേസ് ആവോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് R2-ലുണ്ടായിരിക്കും. ഫസ്റ്റ് 1 R2-ലുണ്ടായിരിക്കും, സെക്കൻഡ് 1ഉം R2-ലുണ്ടായിരിക്കും. അപ്പോൾ 1ഉം 6ഉം ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നത്തെ നോക്കുമ്പോൾ നമ്മൾ ബാക്കിയതൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്ത് നോക്കുന്നില്ല, സൈഡിൽ എവിടെയെങ്കിലും ചെയ്ത് നോക്കിയാലും മതി, എല്ലാം ഒന്നും ചെയ്ത് നോക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ലാസ്റ്റത്തെ ആക്സിയം k ഈക്വൽ ടു 1 എടുക്കുമ്പോൾ ഈ ഇത് ഹോൾഡ് ചെയ്യേണ്ടത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ 2, 3, 4, 5, 7 ഒക്കെ ഹോൾഡ് ചെയ്യേണ്ടത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല.
1ഉം 6ഉം എഴുതിയിട്ട് പിന്നെ 10 എഴുതിയാലും മതി. അതായത് കോൺസ്റ്റന്റിനെ k ഈക്വൽ ടു 1 എടുക്കുമ്പോൾ 1 ഇൻറ്റു യു ഈക്വൽ ടു യു തന്നെ കിട്ടണം നമുക്ക് അല്ലേ. വെക്ടർ സ്പേസ് ആണെങ്കിൽ അതാണ് ഹോൾഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ 1 ഇൻറ്റു യു എടുക്കുമ്പോൾ k ഈക്വൽ ടു 1 ആയിട്ട് എടുക്കുമ്പോൾ 1 ഇൻറ്റു യു എടുക്കുമ്പോൾ എന്താ വരിക, നമുക്ക് k ഇൻറ്റു യു ഈക്വൽ ടു k ഇൻറ്റു u1, 0 എന്നാണ് ഡെഫിനേഷൻ തന്നിരിക്കുന്നത്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെഫിനേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു യു എടുക്കുമ്പോൾ 1 ഇൻറ്റു u1, 0 എന്ന് വരും. ദാറ്റ് ഈസ് u1, 0 ആണ്. പക്ഷെ നമ്മുടെ യു എന്ന് പറഞ്ഞാൽ അത് u1, u2 ആണ് അല്ലേ. അപ്പോൾ ഈ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് u1, 0 എന്നേ കിട്ടുള്ളൂ, വിച്ച് നോട്ട് ഈക്വൽ ടു യു. അതുകൊണ്ട് ആക്സിയം 10 ഹോൾഡ് ചെയ്യില്ല. അത്ര എഴുതിയാലും മതി. മറ്റേ ഈ ഞാൻ ഇടയിൽ എഴുതിയിരിക്കുന്ന ഇതെല്ലാം ഹോൾഡ് ചെയ്യുന്നു നമ്മൾ നോക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് ഈ ഏതെങ്കിലും ഒരെണ്ണം ഫെയിൽ ആവുന്നു എന്ന് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വെക്ടർ സ്പേസ് എല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഇതെല്ലാം കൂടി ചെയ്ത് നോക്കാൻ പോകണ്ട, ഞാനത് ജസ്റ്റ് എഴുതിയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണ് പെട്ടെന്ന് കിട്ടാണ്ടാവും എന്ന് തോന്നണത് അത് വെച്ചിട്ട് ആദ്യം ചെയ്ത് ഇത്രയും വെച്ചിട്ട് പ്രോബ്ലം അവസാനിപ്പിക്കാം. അപ്പോൾ അത് നോട്ട് എ വെക്ടർ സ്പേസ് എന്നുള്ളത് പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ലെറ്റ് വി ബി ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആൻഡ് ലെറ്റ് കെ ബി എനി സ്കെയിലാർ. Then define u plus v is equal to uv and ku is equal to u raised to k. Then prove that v is a vector space. അപ്പോൾ ഇത് വെക്ടർ സ്പേസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ തന്നിരിക്കുന്നത്, അതായത് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ. എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. സമ്മ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യു വി എന്നാണ്. പ്രൊഡക്റ്റായിട്ടാണ് സമ്മ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സമ്മിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. അപ്പോൾ യുവിൻ്റെയും വിൻ്റെയും സമ്മ് കിട്ടാൻ യു ഇൻറ്റു വി ചെയ്യണം. കണ്ടോ, ഓരോ ഓപ്പറേഷൻസ് അത് ഓരോ കോണ്ടെക്സ്റ്റിൽ അവരെന്താണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് അത് വെച്ചിട്ട് ആക്സിയം ഹോൾഡ് ചെയ്യണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ കെ യു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യു റേസ് ടു കെ എന്നാണ്. യു റേസ് ടു കെ ആണ് കെ യു ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻസിൻ്റെ അണ്ടറിൽ ഇതൊരു വെക്ടർ സ്പേസ് ആവുന്നുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആയിരിക്കും തരുന്നുണ്ടാവുക. ആ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്ത് ആ സെറ്റ് ആ 10 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫോർ എനി ആദ്യത്തെ 1ഉം 6ഉം നോക്കാം. യു വി ബിലോങ്സ് ടു വി, യു പ്ലസ് വി ഈക്വൽ ടു യു വി എന്നാണ് ഡെഫിനേഷൻ. നമുക്ക് വി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ യുവും വിയും പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ യുവിൻ്റെയും വിൻ്റെയും പ്രൊഡക്റ്റ് എടുത്താൽ അതും ഒരു പ്രൊഡക്റ്റ് ഇവിടെ എടുക്കുന്നത് സമ്മിനെയാണ് പ്രൊഡക്റ്റാക്കി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. സമ്മിൻ്റെ വാല്യൂ ആണ് യു വി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യു വി എഗെയിൻ ഒരു പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും. അതുകൊണ്ട് യു പ്ലസ് വി നമുക്ക് എവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റും, വിക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് പറയാനായിട്ട് പറ്റും. ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ കെ യു എടുത്തു കഴിയുമ്പോൾ കെ യു ഈക്വൽ ടു യു റേസ് ടു കെ എന്നാണ് ഡെഫിനേഷൻ തന്നിരിക്കുന്നത്. യുവും ഒരു പോസിറ്റീവ് നമ്പർ ആണ്, അതിൻ്റെ പവർ കെ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു പോസിറ്റീവ് നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പം അതുകൊണ്ട് കെ യു എവിടെയുണ്ടെന്ന് പറയാം, വിക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഇനി യു പ്ലസ് വി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെഫിനേഷൻ യു വി എന്നാണ്. യു വി എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ടു വി യു ആണ്. അപ്പോൾ യു പ്ലസ് വി ഈക്വൽ ടു യു വി ആണെങ്കിൽ വി യുവിനെ നമുക്ക് വി പ്ലസ് യു എന്ന് എഴുതാമല്ലോ. അപ്പോൾ യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് യു ആണെന്ന് കിട്ടും. ഇനി അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യുമ്പോൾ യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യു വി പ്ലസ് ഡബ്ല്യു ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു യു വി ഡബ്ല്യു ആണ് ആസ് പെർ ഡെഫിനേഷൻ അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെയും സം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കൽ. ഇനി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യു വി ഡബ്ല്യു തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഡെഫിനേഷൻ എന്താണോ അതനുസരിച്ചിട്ടാണ് ഞാൻ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് കേട്ടോ. സമ്മാണ് പ്രൊഡക്റ്റാക്കി ഡിഫൈൻ ചെയ്തിരിക്കണമെങ്കിൽ ആ ഓപ്പറേഷൻ നമ്മൾ അവിടെ പെർഫോം ചെയ്യുമ്പോൾ ആ ഡെഫിനേഷൻ എന്താണോ അതിനനുസരിച്ച് അത് പെർഫോം ചെയ്യാം. അത് സം എങ്ങനെ പ്രൊഡക്റ്റ് ആയെന്നൊന്നും ചിന്തിക്കരുത്. ആ സമ്മിൻ്റെ വാല്യൂ സം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പ്ലസ് എന്നുള്ള ചിഹ്നം ജസ്റ്റ് ഒരു ഓപ്പറേഷനെ മാത്രമാണ് കാണിക്കുന്നത്. അത് ആക്ച്വലി എല്ലാ കേസിലും സം തന്നെ ആയിരിക്കണം, അഡീഷൻ തന്നെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു നോഷനാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലംസിൽ നിന്ന് കിട്ടേണ്ടത്. ആ പ്ലസ് എന്നുള്ള ചിഹ്നം കൊണ്ട് നമ്മൾ ഒരു ഓപ്പറേഷനെയാണ് മീൻ ചെയ്യുന്നത്. അത് എല്ലാ സെറ്റിനകത്തും നമ്മൾ യൂഷ്വലി പറയാറുള്ള അഡീഷൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അതിന് ഓരോരോ ഡെഫിനേഷൻസ് ഓരോരോ കോണ്ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടാവും. അതനുസരിച്ച് അതിൻ്റെ ഡെഫിനേഷൻ മാറി മാറി വരും. അതെപ്പോഴും നമ്മൾ സാധാരണ പറയുന്ന അഡീഷൻ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ പ്രോബ്ലം അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അത് ജസ്റ്റ് ഒരു സിമ്പലാണ്, അതൊരു ഓപ്പറേഷൻ. അഡീഷൻ സം എന്നുള്ളതുകൊണ്ട് നമ്മുടെ യൂഷ്വൽ അഡീഷൻ തന്നെ ആവണം എന്നില്ല. അത് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ആയിരിക്കും. അതിൻ്റെ കൃത്യമായ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് പ്രകാരമാണ് അത് ചെയ്തു പോകേണ്ടത്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ ആ പറഞ്ഞ ഡെഫിനേഷൻ അനുസരിച്ച് ഇപ്രകാരം ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇപ്രകാരം ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.